ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ പ്രസാദം ഉണ്ടാക്കുന്നത് നൈവേദ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ആദ്യമായിട്ട് കാണിക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഒന്നും കാര്യമായിട്ട് ഇട്ടിട്ടില്ല, പക്ഷേ എന്നാലും ഞാനിപ്പം റവ കേസരി ഉണ്ടാക്കിയത് പാലിലല്ല, വെള്ളം ചേർത്താണ്. കാരണം പാല് പിന്നെ അലർജി ഉള്ളതുകൊണ്ടും ഞാൻ പാല് യൂസ് ചെയ്തിട്ടില്ല. പകരം വെള്ളത്തിലാണ് റവ കേസരി ഉണ്ടാക്കിയത്. അതിലേക്ക് ഇത്തിരി ഏലക്കായും പിന്നെ നെയ്യിലിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കിസ്മിസും ഇട്ടു. കാഷ്യൂനട്ടും ഇടാം, പക്ഷേ എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം പാകമായി വരുന്നു. ഇനി ഇത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉറച്ച് വരും. പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം, ഇല്ലെങ്കിൽ മഞ്ഞൾ ചേർത്താലും മതി. അപ്പോൾ ഇന്ന് പൂജയ്ക്ക് ഞാൻ ലക്ഷ്മി ദേവിയെയാണ് പൂജിച്ചത്, അതായത് അർച്ചന ചെയ്തത്. അപ്പം ഞാൻ താമരയും താമര ഇതളും തുളസി പൂവും ഇട്ടിട്ടാണ് അർച്ചന ചെയ്തത്. അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസമാണ്. കാർത്യായനി ഭാവമാണ് ഇന്ന്. നവദുർഗമാരിൽ കാർത്യായനി ദേവിയുടെ ദിവസമാണ്. അപ്പോൾ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ റോസാപ്പൂവിൻ്റെ മാലയും അതുപോലെ തന്നെ ഞാൻ വെറ്റില വെച്ചിട്ട് മാല കോർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ദുർഗാദേവിക്ക് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അന്നപൂർണേശ്വരിക്കും ഞാൻ താമര ഇതള് വെച്ചിട്ട് പുഷ്പാർച്ചന ചെയ്തു. ഗണേശന് ഞാൻ കറുക വെച്ചിരിക്കുന്നത്, കറുക മാലയല്ല, കറുക കെട്ടായിട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ നൈവേദ്യം നമ്മുടെ റവ കേസരി, ഇത് തേനാണ്. ഇന്നത്തെ ദിവസം തേനാണ് വെക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ തേനാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റവ കേസരി ഇന്ന് വയ്ക്കാം. അപ്പം ഞാൻ റവ കേസരിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ റോബസ്റ്റ പഴം മാത്രമേ ഇന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയെല്ലാം സാധാരണ മാതിരി തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ ദുർഗാഷ്ടോത്തരവും ശ്യാമളാദണ്ഡകവും അതുപോലെ തന്നെ ലക്ഷ്മി അഷ്ടോത്തരവുമാണ് പ്രാർത്ഥിച്ചത്. ലക്ഷ്മി അഷ്ടോത്തരം വെച്ചാണ് ഞാൻ അർച്ചന ചെയ്തത്. ഇങ്ങനെയൊക്കെയാണപ്പോൾ ഞാൻ വൈകുന്നേരം പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നാളെ മുതൽ സരസ്വതി ദേവിയുടെ ദിവസം ആരംഭിക്കുകയാണ്. കാരണം ആദ്യത്തെ 3 ദിവസം ദുർഗാദേവി, അടുത്ത 3 ദിവസം ലക്ഷ്മി, ഇനി അടുത്ത 3 ദിവസം സരസ്വതി ദേവി. അപ്പോൾ ഇനി പുസ്തകമൊക്കെ പൂജയ്ക്ക് വെക്കേണ്ട ദിവസങ്ങളായി തുടങ്ങി. അപ്പോൾ എല്ലാവരും അതിന് റെഡിയായി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നാളെ ഇനി നവദുർഗമാരിൽ കാളരാത്രി ഭാവമാണ്, ഉഗ്ര രൂപമാണ്. പക്ഷേ എല്ലാ നെഗറ്റീവ് എനർജിയും കളയാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പലതരത്തിലുള്ള ഭയം ഇല്ലാതാക്കാനും ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.